ഹലോ ബ്യൂട്ടിഫുൾ സോൾ, വെൽക്കം ടു സ്പിരിച്വൽ ജേണി. കുറേ ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. യുവിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഐ വാസ് സോ ബിസി. എനിക്കിത് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നൊരു നേരം കിട്ടിയിട്ടില്ല. ആൻഡ് നിങ്ങളെല്ലാവരും ഒത്തിരി മിസ് ചെയ്തു. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശ്രീലേഖൻ്റെ മെസ്സേജ് ഹലോ ശ്രീലേഖ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ മെസ്സേജ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ശ്രീലേഖൻ്റെ മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഓൾസോ ഞാനും എല്ലാവരും മിസ് ചെയ്തു കേട്ടോ. ഞാൻ ഈ ഒരു തിരക്കിൻ്റെ സമയത്തും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരെ പറ്റിയിട്ടും. ബട്ട് ഒട്ടും എനിക്ക് നേരം കിട്ടിയില്ല. പിന്നെ ഒത്തിരി ബിസി ആയിരിക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, തിരക്ക് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ച് തന്നായിരുന്നു. ആൻഡ് ഇന്നത്തെ ടോപ്പിക് സോ ഗുഡ്. എല്ലാവർക്കും ഒരേപോലെ ഉപകാരം ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. This is not manifestation, this is not law of attraction, this is not ritual, this is not meditation, and this is not affirmation. ഇതൊന്നുമല്ല. ബട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ നിങ്ങൾ റുട്ടീൻ ആക്കിയാൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യാനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനും ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ട് യു വോണ്ട് ടു അട്രാക്ട്, വാട്ട് യു വോണ്ട് ടു മാനിഫെസ്റ്റ്, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ്റെ ആ ഒരു പാത്തിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. എവറിത്തിങ് ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി ഗുണം, ഫിസിക്കലി നിങ്ങൾക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. യു ഗെറ്റ് ഹീൽഡ്. എല്ലാം കൂടി കിട്ടുന്ന ഒരു അടിപൊളി കാര്യമാണ്, അടിപൊളി സംഭവമാണ് ഇന്നത്തെ ടോപ്പിക്. ആൻഡ് ദ ടോപ്പിക് ഈസ് സൂര്യ നമസ്കാരം, സൺ സാലുട്ടേഷൻ. സൂര്യ നമസ്കാരം ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്. ഇനി എത്ര തിരക്കാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അറ്റ്ലീസ്റ്റ് 2 റൗണ്ടെങ്കിലും സൂര്യ നമസ്കാരം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതുമാറ്റം മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ലഞ്ച് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് സൂര്യ നമസ്കാരം മെഡിറ്റേഷനും ഇല്ലെങ്കിൽ എൻ്റെ എനർജി വീക്കാവും. മെൻ്റലി ഞാൻ വീക്കാവും, ഫിസിക്കലിയും വീക്കാവും. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഐ ഗെറ്റ് ലോട്ട്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എവറിത്തിങ് ഫ്രം ഈ ഒരു ഹോളിസ്റ്റിക് പ്രാക്ടീസിലൂടെ എനിക്ക് ഒത്തിരി ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് എനർജി എനിക്ക് കിട്ടാറുണ്ട്. സോ ദിസ് ഈസ് മൈ റൂട്ടീൻ. ആൻഡ് ഇപ്പം നമ്മളിപ്പം കല്യാണമെല്ലാം കഴിഞ്ഞ് അയക്കാൻ ഒത്തിരി സമയമൊന്നും നമുക്ക് യോഗക്കും മെഡിറ്റേഷനൊന്നും ഏർലി മോർണിംഗ് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ പ്രാണായാമം ചെയ്യും, ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യും, ആൻഡ് സൂര്യ നമസ്കാരം ചെയ്യും. ജസ്റ്റ് 20 minutes or 30 minutes ഫോർ യോഗ, പിന്നെ ഒരു 30 minutes ഫോർ ഐ ഡു മെഡിറ്റേഷൻ. ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. ആൻഡ് നിങ്ങളിപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 minutes യോഗയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഇറ്റ്സ് സോ ഗുഡ് ഫോർ യു. സൂര്യ നമസ്കാരം എന്ന് വെച്ചാൽ ഇസ് എൻ ഓഫറിങ് ടു ലോർഡ് സൂര്യ. നമ്മൾ സൂര്യ ഭഗവാന് നമ്മളൊരു റെസ്പെക്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം. യോഗേൻ്റെ അകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം. ആൻഡ് ഇതിൻ്റെ അകത്ത് 12 യോഗ പോസസാണ് ഉള്ളത്. ആ 12 യോഗ പോസസിന് ഇറ്റ് ഈസ് കണക്റ്റഡ് ആസ് എ സീരീസ്. ഒരു സീരീസ് പോലെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വി ആർ കോൺസെൻട്രേറ്റ് ഓൺ എ ബ്രീത്ത് ഓൾസോ. നമ്മൾ ചുമ്മാ ഒരു എക്സസൈസ് പോലെ കാലും കൈയും സ്ട്രെച്ച് ചെയ്തിട്ടുള്ള സംഭവമല്ല. വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ എ ബ്രീത്ത് ഓൾസോ വിത്ത് ഈച്ച് പോസ്. നമ്മൾ ഓരോ യോഗ പോസസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ബ്രീത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് സിങ്ക്രണൈസ് വിത്ത് ബ്രീത്തിങ്. സൂര്യ നമസ്കാരം നമ്മൾ ഏർലി മോർണിംഗ് ചെയ്യുന്നത് സോ ഗുഡ്. ഇറ്റ്സ് എൻ ഹോളിസ്റ്റിക് പ്രാക്ടീസ്. ഹോളിസ്റ്റിക് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ആൻഡ് ഏർലി മോർണിംഗ് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് മെഡിറ്റേഷനിൽ നമുക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവും. ആൻഡ് ഓൾസോ നമ്മൾ സോളാർ പ്ലെക്സിസ് ചക്ര, നമ്മൾ 3ാമത്തെ ചക്ര ഉണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി ചക്ര ഒത്തിരി ഇമ്പ്രൂവ് ആവും. ഒത്തിരി എനർജി ഫീൽ ആവും നാഭി ചക്രേൻ്റെ അകത്ത്. അങ്ങനെ ഒരു ഇതുണ്ട് ഏർലി മോർണിംഗ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഏർലി മോർണിംഗ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 40 minutes കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ 40 minutes കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡേ ടൈം ഏത് സമയത്തും വേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് ആ എക്സസൈസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് ഏറ്റവും ലാസ്റ്റ് പറയേണ്ട ഒരു പോയിൻ്റാണ്. ബട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് മിസ്സാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ പറയുന്നത്. ദ തിങ് ഈസ്, നിങ്ങൾക്ക് സൂര്യ നമസ്കാരം ഒട്ടും അറിയത്തില്ല, യോഗ ഒട്ടും അറിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൻ്റെ അകത്തുള്ള വീഡിയോ നോക്കിയിട്ട് പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളത് ഫസ്റ്റ് ടൈം പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഗുരുവിൻ്റെ
കീഴിൽ തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ട്രെയിൻ യോഗ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ അണ്ടറിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം നിങ്ങൾ ഇനി മുന്നേ 1-2 കൊല്ലം മുന്നേ നിങ്ങൾ യോഗ പഠിച്ചൊരു വ്യക്തിയാണ്, ബട്ട് ഇപ്പം നിങ്ങൾക്ക് യോഗ ചെയ്യുന്ന തോന്നുന്നു, നിങ്ങൾക്ക് അത് മറന്നുപോയി സ്റ്റെപ്പ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് വെരി ഗുഡ് ടു ലേൺ ആൻഡ് പ്രാക്ടീസ് സൂര്യ നമസ്കാരം അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഗുഡ് ട്രെയിനർ, യോഗ ട്രെയിനർ. ആൻഡ് അടുത്തൊരു പോയിന്റ്, മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവർക്ക് ചോദിക്കുക, എനിക്ക് ചെയ്യാൻ പറ്റുമോ, സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുമോ, യോഗ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ നിൽക്കണ്ടൂ. എന്താ വെച്ചാൽ എന്തെങ്കിലും കാലിനോ കൈക്കോ നടുവിനോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബെറ്റർ, ഇസ് ഗുഡ്. ഹെൽത്ത് കൊണ്ട് ഹെൽത്ത് അല്ലേ, ഹെൽത്ത് ഇസ് വെൽത്ത് ഇല്ലേ. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം ഇഷ്ടം കയറി ചെയ്യാൻ നിൽക്കണ്ട. ഡോക്ടർക്ക് പോയാൽ കൺസൾട്ട് ചെയ്യാം, ഡോക്ടർക്ക് ചോദിക്കുക, എന്നിട്ട് പഠിക്കുക, ചെയ്യാം. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യു. ഇപ്പോൾ സൂര്യ നമസ്കാരൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു യോഗ പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം. നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പം വേഗത്തിൽ നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങളിപ്പം ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച 2 റൗണ്ട് ചെയ്യുക, രണ്ടാമത്തെ ആഴ്ച അത് 4 റൗണ്ട് ആക്കുക, മൂന്നാമത്തെ ആഴ്ചയിൽ അത് 6 റൗണ്ട് ആക്കുക. അതിന് പയ്യെ കൂട്ടിക്കൊണ്ടൊരു റൗണ്ട് അപ് ടു 10 to 12 റൗണ്ട്സ് വരെ നമുക്ക് ചെയ്താൽ ഒത്തിരി നല്ലതാണ്. ആൻഡ് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ ഒത്തിരി കുറയും. മുടി കൊഴിച്ചിൽ കുറയും. പിന്നെയും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തു കംപ്ലീറ്റ്ലി മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവും. മുടി നരക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കിൻ നല്ല ഗ്ലോ ഉണ്ടാവും. എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഗ്ലോ വരും. മൊത്തത്തിൽ ബോഡിക്ക് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇന്നർ ഓർഗാൻസ് നല്ല ഫങ്ഷൻ ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. നല്ലൊരു പ്രോപ്പറായിട്ട് ഇന്നർ ഓർഗാൻസ് ഫങ്ഷൻ ചെയ്യുമ്പം തന്നെ നമ്മളെ ഹെൽത്ത് ഒത്തിരി നല്ലതാവും. നമുക്ക് അസുഖങ്ങൾ വരത്തില്ല. അസുഖം വരുന്നത് ഒത്തിരി കുറയും. സാധാരണ ഒരാൾക്കാരെക്കാട്ടിയും നമുക്ക് അസുഖം വരുന്നത് വളരെ കുറവായിരിക്കും. അസുഖം വരില്ല എന്ന് തന്നെ പറയാം. സൂര്യ നമസ്കാരം റെഗുലറായിട്ട് ഏർലി മോർണിംഗ് റെഗുലറായിട്ട് ചെയ്യുന്നുള്ള ആൾക്കാർക്ക് അസുഖമൊന്നും അങ്ങനെ വരത്തില്ല. പിന്നെ കഴുത്തിന്, ഷോൾഡറിന്, മൊത്തം ബോഡി ഫുൾ, കാലിന്, കൈക്ക്, മസിൽസിന്, നെർവ്സിന് എല്ലാത്തിനും ഒത്തിരി നല്ലതാണ്. ബോഡിക്ക് മൊത്തത്തിൽ ഒത്തിരി നല്ലതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത്. ദെൻ പിന്നെ കുട്ടിയൊക്കെ ആണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടും. പഠിക്കുന്ന കുട്ടിക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. എക്സാം സമയത്തുള്ള എക്സാമിൻ്റെ പേടിയെല്ലാം കുട്ടിക്ക് ഇല്ലാണ്ടിരിക്കും. പിന്നെ ടെൻഷൻ കുറയും. ദ ബെസ്റ്റ് സംഭവമാട്ടെ സൂര്യ നമസ്കാരം. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ 3ാമത്തെ ചക്രയായ സോളാർ പ്ലെക്സസ് ചക്രക്ക് ഒത്തിരി എനർജി കിട്ടും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ. അതായത് സോളാർ പ്ലെക്സസ് ചക്ര എന്ന് വെച്ചാൽ നമ്മുടെ 3ാമത്തെ ചക്ര, മൂലാധാരം, സാദൃശ്യം നാഭി ചക്ര. നാഭി ചക്ര ഒത്തിരി ചാർജാവും, ആക്ടിവേറ്റ് ആവും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താൽ തന്നെ നമുക്ക് സ്ട്രെസ് ഇല്ലാണ്ടാക്കും. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഇല്ലാണ്ടിരിക്കും സൂര്യ നമസ്കാരം ചെയ്യുന്ന ആൾക്കാർക്ക്. മൈൻഡ് ഭയങ്കര കാമായിരിക്കും. നല്ല സമാധാനം ഉണ്ടാവും. ഇപ്പം ലൈഫിൽ ഇപ്പം ആർക്കായാലും നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്താലും റിച്വൽസ് ചെയ്താൽ എന്ത് ചെയ്താലും ലൈഫിൽ പ്രശ്നങ്ങളും പ്രോബ്ലംസും അത് സ്വാഭാവികമായിട്ടും വരും. ഇല്ലാണ്ടിരിക്കത്തില്ല. ആരുടെ ലൈഫിലും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേങ്കിൽ എന്ത് ടെൻഷനും പ്രശ്നങ്ങളും ലൈഫിലുണ്ടാകും, നമ്മൾ ഇന്നർ മൈൻഡ് വിൽ ബി, നമ്മുടെ സോൾ ആൻഡ് മൈൻഡ് വിൽ ബി വെരി കാം ആൻഡ് പീസ്ഫുൾ. പ്രശ്നങ്ങൾ വരും, നമുക്ക് സോൾവ് ആക്കാനുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഇറ്റ് വോണ്ട് ബി ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് ഫോർ ഹസ് ടു ഹാൻഡിൽ ദ പ്രോബ്ലംസ്. നമുക്ക് പ്രോബ്ലംസ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ആ മൈൻഡ് ആൻഡ് ബോഡി വിൽ ബി വെരി കാം ആൻഡ് ക്വയറ്റ്. പിന്നെന്താണ്, പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞു. കുട്ടിക്ക് പഠിക്കാൻ ഒത്തിരി നല്ലതാണ്, കോൺസെൻട്രേഷൻ കിട്ടും, അത് പറഞ്ഞു. പിന്നെ ബോഡി മസിൽസിനെല്ലാം ഒത്തിരി നല്ലതാണ്. ആൻഡ് പെണ്ണുങ്ങന്മാർക്ക്, സ്ത്രീകൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ്. ബിക്കോസ് പീരിയഡ്സ് റെഗുലർ ആക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പീരിയഡ്സിൻ്റെ സമയത്ത് പെയിൻ ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വണ്ണം കുറക്കാൻ, ബെല്ലി ഫാറ്റ് കുറക്കാൻ എല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്യും സൂര്യ നമസ്കാരം ചെയ്താൽ. ആൻഡ് ഇത് മതിയില്ലേ, ഒത്തിരി ഗുണങ്ങളായില്ലേ. ഞാൻ ഒരുവിധം നോട്ട് ചെയ്തത് ഒരുവിധം പറഞ്ഞു, എന്നാലും നോട്ടിൻ്റെ കുറച്ച് മിസ്സായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ ഈ യോഗ പ്രാക്ടീസ് എത്രമാത്രം ഹെൽപ്ഫുള്ളാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബോഡിക്ക് കിട്ടുക എന്നുള്ളത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് ഓൾസോ സൂര്യ നമസ്കാരം ചെയ്താൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക്
ആ ഒരു വഴിയിലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാമായിട്ടൊരു 10-15 അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് സൂര്യനമസ്കാരം ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോഴെല്ലാം വേണ്ട ഒരു സംഭവം എന്താ, മൈൻഡ് ഭയങ്കര ഷാർപ്പായിരിക്കണം, മൈൻഡ് പോസിറ്റീവ് ആയിരിക്കണം, മൈൻഡ് കാം ആയിരിക്കണം. ഇതെല്ലാം ചെയ്യാൻ ഈ ഒരു സംഭവം സൂര്യനമസ്കാരം ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് എണീച്ച് ചെയ്യുന്നതാണ്. ഏർലി മോർണിംഗ് എണീച്ച് ചെയ്യുന്നത് ഇസ് എ ഹോളിസ്റ്റിക് പ്രാക്ടീസ്. നിങ്ങൾക്ക് മൈൻഡ്, ബോഡി, സോൾ, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാം നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും ഏർലി മോർണിംഗ് ചെയ്യുന്നത്. ഇനിയിപ്പം ഏർലി മോർണിംഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ആസ് എൻ എക്സസൈസ് നിങ്ങൾക്ക് ഡേ ടൈം ഏത് സമയത്തും ചെയ്യാം. ആൻഡ് ഇതന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കിന്നിൻ്റെ അത്ര റിങ്കിൾസ് ഇല്ലേ, നമ്മൾ ഏജ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും സ്കിന്നിലെ ചുളിവ് അതൊന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് യു ക്യാൻ റിവേഴ്സ് യുവർ ഏജ്. നിങ്ങൾക്ക് പ്രായം ഒട്ടും തോന്നിക്കത്തില്ല സൂര്യനമസ്കാരം ചെയ്താൽ. സൂര്യനമസ്കാരം എന്ന് പറഞ്ഞാൽ യോഗൻ്റെ ഏത് ചെയ്യാലും, പക്ഷേ സൂര്യനമസ്കാരം ചെയ്താൽ പ്രത്യേകിച്ച് ഒട്ടും പ്രായം തോന്നിക്കത്തില്ല. ആൻഡ് ഇതെല്ലാം സൂര്യനമസ്കാരൻ്റെ ഗുണങ്ങൾ. ഞാൻ സൂര്യനമസ്കാരം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തില്ല, വീഡിയോ എടുക്കണ്ടെങ്കിലും പാടാന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരിക്കലും നോക്കി പഠിക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. സോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. പിന്നെ സൂര്യനമസ്കാരം നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ഷോർട്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഋഷികേശ് എന്നുള്ള വീഡിയോ ആണ്. ഗംഗാതീരത്ത് നിന്ന് ഗുരുവും എൻ്റെ അവരൊരു ഡിസൈപ്പിൾസും സൂര്യനമസ്കാരം ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. നിങ്ങൾക്ക് ചുമ്മാ വേണ്ടി അതിൻ്റെ ഭംഗി കാണാനും എങ്ങനെയാണ് സൂര്യനമസ്കാരം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒത്തിരി ഭംഗിയുള്ളൊരു വീഡിയോ ആണ്. ബട്ട് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് തന്നെ പഠിക്കുക, ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ തന്നെ പോയി പഠിക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ പ്രധാനവും ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എവറി വൺ ട്രൈ. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ ടൗണിലോ എവിടെയെങ്കിലും ഉണ്ടാവും യോഗ സെൻറ്റർ, അവിടെ പോവുക, സൂര്യനമസ്കാരം പോയി യോഗ പഠിക്കുക, സൂര്യനമസ്കാരം പഠിക്കുക. ഡെയിലി നിങ്ങളത് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, നല്ല അനുഗ്രഹത്തോടെയുള്ള നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. നമോ ഹിമാലയ.